ഹലോ മക്കളെ, അങ്ങനെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം കൊടൈക്കനാല. ഇതും അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ്. ഏട്ടൻ നാട്ടിലെത്തി. ദെൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ട്രിപ്പായതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല കാര്യമായിട്ട്. ഒരു സെക്ടർ വീട്ടിൽ നിന്ന് ഒപ്പിച്ചു, അത്രമാത്രം. പിന്നെ രാവിലെ ഇപ്പോൾ 9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പാണ്. ആരും ജലദോഷവും പനിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുക, അതൊക്കെ മാറിയിട്ട് സെറ്റായിട്ട് വരിക. അത്രയും എനിക്ക് പറയാനുള്ളൂ. ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. പിന്നെ അത് റിക്കവർ ചെയ്തു. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. കൂടുതൽ വിശേഷങ്ങളായിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അച്ചുവോ? അല്ല അമ്മ, 11 മണിയായിട്ടുണ്ട്. അച്ചുവോ എങ്ങോട്ടാടാ പോണത്? നീറ്റിരിക്കേ. എന്താ പോണത്? മഞ്ഞുമൽ ബോയ്സ് പോയതോ? ഇപ്പൊ എത്ര സമയോ? 5:22. എപ്പോഴാ ഇറങ്ങിയത്? അതൊരു 10 മണി. 11 മണിക്ക്. 11 മണി. അത് ഭയങ്കര തണുപ്പാ. സെറ്റ് എടുത്തിട്ടുണ്ടോ? അതാ. അതെ മക്കളെ, നമ്മൾ ആദ്യം പോയിരിക്കുന്നത് സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. നമ്മൾ പോണ വഴി തന്നെ ആയതുകൊണ്ട് ജസ്റ്റാണ് നമ്മളവിടെ കയറി അത് വൈബൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടു കേട്ടോ. എന്തുകൊണ്ടാണെന്നല്ലേ, അറ്റ്ലീസ്റ്റ് വാഷ്റൂമിൽ പോകാനുള്ള വെള്ളമോ വാഷ്റൂം ഫെസിലിറ്റീസോ ഒന്നും അവിടെ ഇല്ല. എന്തിനേറെ പറയണു മക്കളെ, കുടിക്കാനുള്ള വെള്ളം പോലും അവിടെ കിട്ടില്ല. കണ്ടോ, എല്ലാവരും എഴുത്തും കാര്യങ്ങളും പുതച്ചും മൂടിയിരിക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ സീക്രട്ട്. അയ്യോ, കൂടിപ്പോകുന്നൊരു അനുഭൂതിയായിരുന്നു. നമ്മൾ നേരെ അവിടുന്ന് പോയത് എങ്ങോട്ടാണെന്നല്ലേ, കോടൈ ലേക്സ്. കണ്ടോ, അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും ഇങ്ങനെ വന്നു നിൽക്കുമ്പോണ്ടല്ലോ, ഭയങ്കര ഒരു ലഡാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആ കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ത്രില്ലല്ലേ. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു വയനാട് ചുരം നമ്മൾ കയറിയിട്ടുണ്ട് നമ്മളെ കോട കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ പറ്റാത്തത് ഇവിടെ പറ്റി. അടിപൊളി ക്ലൈമറ്റ് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടൊക്കെ നല്ലൊരു 4-5 റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ആർക്കും, കാരണം അത്രയും തണുപ്പായിരുന്നു. എന്നാലും നമ്മളതൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഒരു പാർക്കിലേക്കാണ്. ബ്രൈറ്റ് പാർക്ക് എന്നാണ് ആ പാർക്കിൻ്റെ പേര്. ഇതിൽ കുറേ നടക്കാനാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല. പിന്നെ ഈ കോടയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴ്വാരങ്ങൾ അടുക്കി വെച്ച പോലെ നമ്മൾ ക്രിസ്മസ് ട്രീനെ പോലെ തോന്നിപ്പിക്കുന്ന കുറേ മരങ്ങൾ, അതേമാതിരി പൂച്ചെണ്ടുകൾ ഇഷ്ടം പോലെ, നല്ല ബ്യൂട്ടിയാണ് കാണാൻ. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇവിടെ ഇല്ല. അത് പ്രതീക്ഷിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരരുത്. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. ഒരാഴ്ച ഇവിടെ നിന്നാലോ? കേട്ടല്ലോ, ലച്ചുവിൻ്റെ എക്സ്പീരിയൻസ് വന്നിട്ട് നിങ്ങൾ കേട്ടല്ലോ. പിന്നെ നമ്മൾ നേരെ പോയത് ഗുണ കേവിലേക്ക്. നമ്മളെ മഞ്ഞുമൽ ബോയ്സ്. അയ്യോ, ആ സിനിമ കണ്ട ഉടനെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഗുണ കേവ് പോകണം. അവിടെ വീഡിയോസ് എടുക്കണം, പോസ്റ്റ് ചെയ്യണം, ഫോട്ടോസ് എടുക്കണം, ഒക്കെ നല്ല ഭയങ്കര ഒരു ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടൂ. പക്ഷേ എനിക്ക് താങ്ക് ഗോഡ് നമ്മളെല്ലാ ചെറിയ നിമിഷങ്ങളും ഒപ്പിയെടുക്കാൻ പറ്റും. നമ്മളെ ചെറിയ ഹാപ്പിനെസ് ആണ് വെച്ചെങ്കിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പെരുമാറാനും നമ്മുടെ ലൈഫ് ത്രൂ അത് വേണമെന്ന് ആഗ്രഹിക്കാനും നമുക്ക് അവകാശമില്ലേ, ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഗുണ കേവിലെത്തി. അങ്ങനെ ഗുണ കേവിനെ ലക്ഷ്യമിട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുറച്ച് ഒരു ചെറിയ പൊടിക്ക്
നമ്മളൊന്ന് താന്നിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒന്നാമത് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല, അതാണ് മെയിൻ ടാസ്ക്. അങ്ങനെ ഉള്ള എനർജിയും വെച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് നല്ല അടിപൊളി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ദെൻ നമ്മൾ മെയിൻ ഗുണ കേവിൻ്റെ ഒരു ത്രൂ ഔട്ട് വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഗ്രില്ല് വെച്ച് അടച്ചത് ഏറ്റവും നന്നായി. കാരണം അവിടുത്തെ പിള്ളേരൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് പോയി നോക്കിയാലോ, ഈ ഗ്രില്ല് കയറി ചാടി മറിഞ്ഞ് പോയി നോക്കിയാലോ. ഇത്രയും ആൾക്കാർക്ക് ബുദ്ധി ഇല്ലാണ്ടായിപ്പോയോ എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നി. കാരണം ആ സിനിമയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടല്ലേ അവിടേക്ക് ചാടിയാലുള്ള ഭവിഷ്യത്തുകളും ഉള്ള ടാസ്കും കാര്യങ്ങളൊക്കെ. എല്ലാവരും അഡ്വഞ്ചർ ചെയ്യാനേ ആഗ്രഹിക്കുന്നു, പിന്നെ ബാക്കി വരുന്നത് അവരെ നിഘണ്ടുലില്ല. ഇതൊക്കെ കമ്പിയിട്ട് സേഫ് ആക്കിയത് ഏറ്റവും നന്നായിട്ടോ. എന്തൊരു ആഴുണ്ടാവൂലേ, കാണുമ്പോൾ തന്നെ പേടിയാണോ. നിന്നൊക്കെ ഇങ്ങനെ പെടപെടപെടാ പിടക്കിയിരുന്നു സത്യം. ആ ഗ്രില്ലൊന്ന് പൊട്ടി നമ്മൾ താഴെ വീണിരുന്നെങ്കിൽ ഈശ്വര ആലോചിക്കാനും പോലും വയ്യ. ഞാനെന്താ സൈക്കോ ആണോ? അയ്യോ ഇല്ല, ഇനി ഞാൻ അങ്ങനെ ആഗ്രഹിക്കില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിൽ പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെയും നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ത്രോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗുണ കേവ് ആണെച്ചെങ്കിലും നമ്മുടെ കൊടൈക്കനാലിൽ തന്നെ മഞ്ഞും ഒക്കെയുണ്ട്, മൂടിയുണ്ട്, ഭയങ്കര ബ്യൂട്ടിയായിരുന്നു. കണ്ടോ, അച്ചുട്ടം മാത്രമേ എൻ്റെ അപ്പോൾ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല, സത്യമാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിക്കണം കേട്ടോ. ഇതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ കോളേജ് കാലഘട്ടം ഫീൽ ചെയ്യിക്കുന്ന ഓരോരോ മൂമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ സ്റ്റേക്കേഷൻ, എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായി. അങ്ങനെയായിരുന്നു അതിൻ്റെ ഓരോരോ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ മൊത്തം മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയുണ്ട്. നമ്മളെല്ലാവരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. രാത്രി പുലർച്ചെ എണീറ്റ് പോകുന്നതുകൊണ്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ഉറങ്ങി. പുറത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി ഒരു 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മളെ അമ്പിളി മാമനൊക്കെ വന്ന് നോക്കുന്നുണ്ട്. എന്താണോ എന്തോ. സ്റ്റേക്കേഷൻ്റെ ഫുൾ വ്യൂ ആണ് കേട്ടോ ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെച്ചെങ്കിൽ പറയാം. ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. ഇവിടെ തന്നെ ഗെയിമും നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ മുൻകൂട്ടി പറഞ്ഞാൽ മാത്രം മതി. അതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ തണുപ്പിനോടൊക്കെ ഒരു നമ്മുടെ ബോഡിയൊക്കെ അറ്റാച്ച്ഡായി വന്നു. ചെറിയ രീതിയിൽ തണുപ്പൊക്കെ വിട്ടുപോയി. 0 ഡിഗ്രി സെൽഷ്യസ് എത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെത്തിയപ്പോഴേക്കും 9 എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു ഭാഗ്യം നമുക്കുണ്ട് കേട്ടോ. എന്നാലും ഇത് സഹിക്കാൻ ഭയങ്കര പാടാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ്. എല്ലാവരും വന്നൊന്ന് ഇതും എക്സ്പീരിയൻസ് ചെയ്യണം എന്നെനിക്ക് തോന്നി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത്, ഇതെന്താ അറിയോ, ട്രെക്കിൻ്റെ ഓരോരോ ഭാഗങ്ങൾ വെച്ചിട്ട് സ്റ്റേക്കേഷൻ അറേഞ്ച് ചെയ്തതാണ്. ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയത് കാപ്പി കുടിക്കാനാണ്. ഇവരെന്നെ ഞാൻ പറഞ്ഞില്ല ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഗെയിം എന്താണെന്നോ അതെങ്ങനെ കളിക്കണമെന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇത് പിന്നെ ഓക്കെ ചെസ്സ് അവിടെ അച്ഛനും മോനും തകർത്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു ക്യാരം ബോർഡ് കളിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ 2-3 ബുക്ക് നോക്കി. എനിക്ക് ഞാൻ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്ന് കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര അയ്യോ അത് മുഴുവനാക്കാനും പറ്റിയില്ല, എന്ത് ചെയ്യണം എന്നുള്ളൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്ന് താഴെ വന്ന് റൂമിൽ നോക്കിയപ്പോൾ അച്ഛനും മോനും കൂടി അവിടെ സിനിമ കാണാം. ഞാൻ അതെടുത്തിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ സ്ഥിരം പ്രഹസനം വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തകൃതിയായി ബിസിയായി. അപ്പം മക്കളെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് സെക്കൻഡ് ഡേ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ബൈ, ടേക്ക് കെയർ ആൾ.